30,000 പടക്കം 3 ചാക്കിലാക്കി വെച്ചേക്ക് തീ കിട്ടിയാൽ 30,000 പൊട്ടൊന്നും കേൾക്കില്ല നമ്മള്. ഒരൊറ്റ വെടി. അത് വാർത്ത കെട്ടിടത്തിന്റെ ഉള്ളിലാണെന്ന് വെച്ചാൽ അതിന്റെ ഇരട്ടി ഫോഴ്സായി. നമ്മളെ മുന്നിലൊരു സംഭവം ഇരിക്കുന്നത് എന്തത്? ഇത് ഗർഭം കലക്കി എന്ന് പറയും ഡൈനാമിറ്റ് വലുത്. 2016 പുറ്റിങ്ങിൽ അപകടം നടക്കുന്ന വരയ്ക്ക് ഇത് തൃശ്ശൂർ പൂരത്തിന് പൊട്ടിച്ചിരുന്നു. അല്ല, ഈ സംഭവം ഇത്രയും വലുതായിട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? മുഴുവൻ പേപ്പർ തന്നെ. പഞ്ചിപ്പശ എന്ന് പറഞ്ഞൊരു മരത്തിന്റെ കായ ഇടിച്ച് പിഴിഞ്ഞിട്ടുള്ള ചാറ്, അതിന്റെ ചാറ് കൊണ്ടുള്ളത് ഉണ്ടാക്കുക. അത് പടിഞ്ഞാറൻ മണൽ പ്രദേശത്ത് ഉണ്ടാവുള്ളത് കാര്യമായിട്ട്. അപ്പൊ അത് ഇടിച്ചു പിഴിഞ്ഞ് ചാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേനൽ വർഷത്തിന് അതിന് ക്ലൈമറ്റിൽ മാറ്റം വരില്ല. വേറെ ഇംഗ്ലീഷ് ഏത് പശ ഉണ്ടായി കഴിഞ്ഞാലും വർഷകാലത്ത് അത് മെൽറ്റാവും. ഇതാവുമ്പോ ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. ഈ അടിഭാഗത്ത് എന്താണ് ഇങ്ങനെ? അടിഭാഗത്ത് മുകളിലേക്ക് എത്തിക്കാനുള്ള മരുന്നാണ് അടിയിൽ. അതിനുള്ള ഇതാണ് ഇത് നിറയ്ക്കുന്നത്. അതാണ് നിങ്ങൾ അടിയിൽ നിന്ന് ജം എന്നൊരു സൗണ്ട് കേൾക്കണില്ലേ? ആ ഒരു തള്ളണ സൗണ്ട്, അതിന്റെ മരുന്ന് ഇതാണ്. അപ്പൊ ഈ ബോള് മാത്രം മുകളിലേക്ക് പോകും. ഈ ബോൾ എത്ര കിലോ ഉണ്ടാവും ശരിക്കും? ഇത് മുകളിലേക്ക് മരുന്ന് അടക്കം 80 കിലോ ഉണ്ടാവും. നമ്മള് ഇതൊക്കെ 2016 വരെയാണ് പൊട്ടിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോ നമുക്ക് അനുമതിയുള്ളത് ഏതാണ്? അനുമതിയുള്ളതാണ് ഇത് 4 കിലോ. ഇത്രയും ചെറുതാണ് ഇപ്പൊ പൊട്ടിക്കാൻ അനുവാദമുള്ളത്. അപ്പൊ ഇത് മേലെ പോയിട്ട് പൊട്ടുന്നതാണ് ഇപ്പൊ നമ്മള് സാമ്പിളിലും പകൽപൂരത്തിനൊക്കെ കാണുന്നത്.